OTൻ്റെ ഉള്ളിലാണ് മൊത്തത്തിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ടാകാം. അപ്പോൾ അതിനോടൊക്കെ അങ്ങനത്തെ ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ കോഴ്സ് സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലാസ്റ്റ് നിങ്ങൾക്ക് പണി കിട്ടും. പിന്നെ കുറേ പേര് സ്കോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കോഴ്സിൻ്റെ. അപ്പോൾ സ്കോപ്പ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇത് BSc ഉണ്ട്, ഡിപ്ലോമയുണ്ട്, രണ്ടും ഉണ്ട്. പക്ഷെ നമ്മൾ കേരളത്തിൽ അധികം സ്ഥലത്തൊന്നും BSc പഠിപ്പിക്കുന്നില്ല. കൂടുതലും പേരും BSc എടുക്കുന്നത് പുറത്തുനിന്നാണ്. ഇപ്പോൾ ഈ ബാംഗ്ലൂർ, കോയമ്പത്തൂർ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ നിന്നൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും ഈ കോഴ്സ് എടുക്കുന്നത്. അപ്പോൾ BSc ആണോ ഡിപ്ലോമ ഏതാണെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. സ്കോപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം നിലവിൽ ഒരുവിധം എല്ലാ ജോബിൻ്റെയും സ്കോപ്പ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിലായാലും ഭയങ്കര കോമ്പറ്റീഷനും കാര്യങ്ങളാണ്. എക്സ്പെഷ്യലി ഇപ്പോൾ പാരാമെഡിക്കലൊക്കെ ആകുമ്പോൾ നഴ്സിങ്ങിനേക്കാളും സ്കോപ്പ് എന്തായാലും കുറവായിരിക്കും. പക്ഷേ നമുക്ക് അതിലൊരു ഇൻട്രസ്റ്റും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുള്ള ഒരു ടാലൻ്റൊക്കെ ഉണ്ടെങ്കിൽ ഏത് ജോബായാലും നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റും. പക്ഷെ നോർമലി ഇപ്പോൾ ഇതിന് സ്കോപ്പൊക്കെ കുറവാണ്. അപ്പം അതൊക്കെ നോക്കിയിട്ട് അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ട് നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. വാക്കൻസീസൊക്കെ ഇപ്പോൾ കുറവാണെന്നാണ് ഫുള്ള് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നഴ്സിങ്ങിന് തന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നഴ്സിംഗ് എന്ന് പറയുമ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും നമുക്ക് ജോബ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ഇതെന്ന് പറഞ്ഞാൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും നമുക്ക് ജോലി കിട്ടില്ല. പക്ഷേ നഴ്സിങ്ങിന് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും കിട്ടും. പക്ഷെ എന്നിട്ട് പോലും അവർക്ക് വരെ കോമ്പറ്റീഷനാണെന്ന് പറയുന്നത്. പിന്നെ സാലറിയുടെ കാര്യമൊന്നും പറയണ്ടല്ലോ. നമ്മളിവിടെ ഉള്ള ഒരു ഇതെല്ലാ കോഴ്സിൻ്റെയും സാലറി നമുക്കറിയാം. അതുപോലെ തന്നെ ഇതിനും കിട്ടത്തുള്ളൂ. ഫസ്റ്റ് തന്നെ ഭയങ്കര എക്സ്പെക്റ്റേഷൻസൊക്കെ, ഭയങ്കര ഹൈ സാലറി ആയിരിക്കും, ഭയങ്കര സ്കോപ്പായിരിക്കും, അങ്ങനെയൊക്കെ വിചാരിച്ച് ഈ കോഴ്സ് സെലക്ട് ചെയ്യുന്നവർക്ക് പിന്നെ അത് എന്തായാലും ഒരു ബുദ്ധിമുട്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിനോട് ഇൻട്രസ്റ്റ് ഉണ്ടോ നോക്കുക, എന്നിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോയ്ക്ക് ചെയ്യും. അപ്പോൾ എത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്, ബൈ.